അമേരിക്ക നിർദ്ദേശിച്ച ആണവ നിർമ്മാർജ്ജന കരാറിൽ ഇറാൻ ഒപ്പിടാത്തത് കൊണ്ടാണ് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനെല്ലാം തുടക്കമുണ്ടായത്. അതായത് ഇസ്രയേൽ ഇപ്പോൾ ഇറാന് നേരെയുള്ള ഈ ആക്രമണത്തിൻ്റെ പ്രധാന കാരണം അവരുടെ ആണവായുധ ശേഷി ഇല്ലാതാക്കുക, നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് 200 വിമാനങ്ങൾ ഇറാനിലെ 100ഓളം കേന്ദ്രങ്ങളിൽ ആദ്യ ദിവസം തന്നെ ആക്രമണം നടത്തിയപ്പോൾ അവിടുത്തെ സൈനിക തലവന്മാരെ, ആണവ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊലപ്പെടുത്തിയിരുന്നു. ഒപ്പം അവർ ആക്രമിച്ചത് നഥാൻസ് എന്ന് പറയുന്ന അവരുടെ ആണവ ആയുധ സംഭരണ കേന്ദ്രമാണ്. അപ്പം ആണവ ആയുധങ്ങൾ മുഴുവൻ അവിടെയാണ് സംഭരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ഗവേഷണം നടത്തിയത്. ഇതാണ് ലോകം മുഴുവൻ ശ്രമിച്ചിരുന്നതും. എന്നാൽ ഇപ്പോൾ ഇറാൻ അവിടുത്തെ ഫോർദോ എന്ന് പറയുന്ന ആണവ മേഖലയ്ക്ക് നേൽ കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നു. അതായത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മേഖലയാണ് ഈ ഫോർദോ എന്ന് പറയുന്നത്. ഈ ഫോർദോയിലേക്ക് ആക്രമണം നടത്തിയതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ ഇസ്രയേൽ പുറത്തുവിടുന്നു. അതായത് ആക്രമണത്തിന് മുമ്പ് ഫോർദോ മേഖല എങ്ങനെയായിരുന്നു, ആക്രമണത്തിന് ശേഷം എങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു വലിയ പർവ്വതങ്ങളുടെ ഒക്കെ നടുക്ക് വലിയൊരു കുഴിയിൽ എന്തോ ഒരു കെട്ടം ഇരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ചിത്രം. ഇതിൽ നിന്നിപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ആണവ ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ആണവായുധങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഫോർദോയിലാണ്. അതായത് ഭൂമിക്കടിയിൽ നിന്ന് 250 മീറ്ററിലധികം താഴേക്ക് പോയി വലിയ വിശാലമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നഥാൻസിൻ്റെ 1/3 സൗകര്യം, 1/3 വലിപ്പം മാത്രമുള്ള ഫോർദോയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ആണവ ശേഷി മുഴുവൻ പരീക്ഷിച്ച മേഖല. ഇവിടെ 50%-ലധികം സെൻട്രിഫ്യൂഗൽ പരീക്ഷണം നടത്തിയെന്ന് നേരത്തെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പുറത്തുവിട്ട ഒരു വിവരമാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര സാങ്കേതിക പഠന കേന്ദ്രമെന്നാണ് ഇറാൻ ലോകത്തോട് പറഞ്ഞത്. അതായത് ഇത്ര കാലവും അമേരിക്കയും ഇസ്രയേലിനെയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ ചാരക്കണ്ണുകളെ പറ്റിച്ചുകൊണ്ട് ആണവ പരീക്ഷണം, ഗവേഷണമൊക്കെ നടത്തിയത് ഫോർദോയിലായിരുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. അതുകൊണ്ടാണ് മൊസാദിൻ്റെ കൃത്യമായ സൂചനകൾ അനുസരിച്ച് ഇസ്രയേൽ ഈ ഫോർദോ മേഖലയിൽ കനത്ത ആക്രമണം നടത്തിയത്. എന്നിരുന്നാലും ഈ ആണവ ഗവേഷണ മേഖലയ്ക്ക് വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം തുരങ്കപാതയിലൂടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നഥാൻസിൽ നിന്ന് ഈ പറയുന്ന ഫോർദോയിലെ ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം US-ഉം ഇസ്രയേലും ഒക്കെ തന്നെ നിരീക്ഷിച്ചിട്ടും ഇതുവരെ അവരുടെ ആണവ മിസൈൽ കേന്ദ്രം അല്ലെങ്കിൽ ഈ പറയുന്ന ഗവേഷണ കേന്ദ്രം ഇത് കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് ഒരു ശാസ്ത്ര സാങ്കേതിക പഠന കേന്ദ്രമെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് 4 പാതകൾ വന്ന് ചേരുന്ന സ്ഥലത്ത് ഒരു വലിയ തുരങ്കമുണ്ടാകുന്നു. ഈ തുരങ്കത്തിനുള്ളിലേക്ക്, അതായത് പാറക്കെട്ടുകൾ നിറഞ്ഞ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മേഖലയിലെ കുന്നുകൾക്കൊക്കെ താഴെ കൂടെയുള്ള തുരങ്കപാതയിലൂടെ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ. 2018 ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയ സമയത്ത് സെൻട്രിഫ്യൂഗിലേക്ക് യുറേനിയം കടത്തിവിട്ടുവെന്നും അത് സംബന്ധിച്ചുള്ള പരീക്ഷണമൊക്കെ നടത്തിയെന്നുമുള്ള കൃത്യമായ സൂചനകൾ മൊസാദിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം 1 പതിറ്റാണ്ടിന് മുമ്പാണ് ഈ ഫോർദോയിൽ കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ അതിനകത്തെ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിർമ്മാണമൊക്കെ തന്നെ ഇറാൻ ആരംഭിച്ചത്. അതുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിലെ ആണവ ഗവേഷണ തലവൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടും ഞങ്ങൾ ഈ ഗവേഷണ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ആയത്തുള്ള അലി ഖമനേയി ഉറപ്പിച്ച് പറഞ്ഞത്. അപ്പം ആയത്തുള്ള അലി ഖമനേയി അത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് ഇസ്രയേൽ അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് മൊസാദിൻ്റെ ചാരന്മാർ ഇറാനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അങ്ങനെ ലഭിച്ച വിവരമാണ് ഫോർദോയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ഗവേഷണ കേന്ദ്രം. ഇനി ആണവായുധങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലാവും സൂക്ഷിച്ചിരിക്കുക. ഇപ്പോഴും ഇസ്രയേൽ ആക്രമണത്തിൽ ഈ പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്തിന് മാത്രമേ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ. അത്രയും ശക്തമായ രീതിയിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളാലാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയത്. അപ്പോൾ ഇസ്രയേലിന് മനസ്സിലാക്കുന്നത് ഈ ബങ്കർ ബസ്റ്റർ ബോംബറുണ്ട്, അതായത് അമേരിക്കയുടെ കയ്യിലുള്ള GBU-28 എന്ന് പറയുന്ന ഏതാണ്ട് 2300 മുതൽ 4000 കിലോഗ്രാം വരെ ഭാരമുള്ള ബോംബുകൾ ഉപയോഗിച്ചാൽ മാത്രമേ ഫോർദോയിലെ ഈ ആണവ കേന്ദ്രത്തെ തകർക്കാൻ കഴിയൂ. അത്ര സുരക്ഷിതമായിട്ടാണ് അവർ അതിനെ കൊണ്ടുവെക്കുന്നത്. 100 അടി വരെ തുരന്നു പോയി ആക്രമണം നടത്താൻ കഴിയണം, അല്ലെങ്കിൽ 20 അടി വരെയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളെ തകർക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ആക്രമണം നടത്തേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും ഇസ്രയേലിന് അവരുടെ ആണവ കേന്ദ്രത്തെ തകർക്കാനായിട്ട് കഴിയില്ല. ഇപ്പം GBU-28 വേണമെന്നൊക്കെ ചർച്ച നടന്നത് ഏതാണ്ട് 2013-ലാണ്. കാരണം 2013 ഫോർദോയിൽ ഒരു സ്ഫോടനം നടന്നു. ഇത് ഇറാൻ അധികം പുറത്തുവിട്ടില്ല, ഇസ്രയേലും ഇത് അറിഞ്ഞില്ല.
അറിഞ്ഞിരുന്നു, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അറിഞ്ഞിരുന്നു. പക്ഷേ ഇസ്രായേൽ പറഞ്ഞു ഇല്ല, അവിടെ അങ്ങനെ ആണവ ഗവേഷണമോ പര്യവേഷണമോ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ അങ്ങ് വിട്ടുകഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ IAEA ഉദ്യോഗസ്ഥർ ഈ ഫോർദോയിൽ പരീക്ഷണം നടത്തേണ്ട സമയമായിരുന്നു അവിടെ. ആ സമയത്ത് ഇറാൻ മനഃപൂർവ്വം അവിടെ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നു, 250ഓളം പേരെ കാണാനില്ല എന്ന് പറയുന്നു, വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. പിന്നീട് ഈ കാര്യങ്ങൾ എല്ലാവരും അങ്ങ് മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ആ സ്ഫോടനത്തിൻ്റെ പിന്നിൽ ദുരൂഹത എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതായത് അന്ന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉദ്യോഗസ്ഥർ ഫോർദോയിൽ പരീക്ഷണം നടത്താൻ അല്ലെങ്കിൽ ഈ പറയുന്ന പരിശോധന നടത്താൻ എത്തിയിരുന്നുവെങ്കിൽ ഈ ആണവ ഗവേഷണത്തിൻ്റെ കാര്യം പുറത്ത് ആകുമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത്ര കാലവും ലോകത്തിൻ്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് ഫോർദോയിലാണ് ഈ ഗവേഷണ പരിപാടികളെല്ലാം തന്നെ ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ച് മാത്രമേ ഫോർദോയെ തകർക്കാൻ കഴിയൂവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ്. അതായത് അവിടുത്തെ നാഷണൽ ഇൻ്റലിജൻസ് മേധാവിയായ തുളസി ഗബ്ബാർഡ് പറഞ്ഞിരിക്കുന്നു, അമേരിക്കൻ ആയുധങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണിയൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് വെറുതെ ഉപയോഗിക്കുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉപയോഗം ആ രാജ്യത്തിന് അത്ര ഗുണകരമായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബറുകൾ നൽകുമോ എന്നുള്ള കാര്യവും ഉറപ്പിച്ച് പറയാനും കഴിയില്ല. എന്തായാലും US ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടില്ല എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ അബ്ബാസ് അരഗാച്ചിയും ഒക്കെ ചേർന്ന് ഒരു 6ാം ഘട്ട ചർച്ച നടത്താനിരിക്കെയാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും നയതന്ത്രപരത്തിലുള്ള ചർച്ച അല്ലെങ്കിൽ ഒരു സമാധാന നീക്കം ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇസ്രായേൽ എപ്പോഴും ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന സമാധാന ചർച്ചയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അപ്പോൾ ഇറാൻ ഇത് തുടർച്ചയായി ലോകത്തോടൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഫോർദോയിലാണ് അവരുടെ ആണവ സംഭരണ കേന്ദ്രമെന്ന് ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പം നദാൻസിനെ സംബന്ധിച്ച് സെൻട്രിഫ്യൂഗലുകളുടെ എണ്ണം ഈ ഫോർദോയിൽ കുറവാണ്. പക്ഷേ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന മേഖല ഈ ഫോർദോയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിലും അതായത് ആണവ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ പിന്തുടർച്ചക്കാർ ഞങ്ങളുടെ ലക്ഷ്യമായ ആണവായുധ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ആയത്തുള്ള അലി ഖമനി വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 2015 ജൂലൈയിൽ 5 ശാക്തിക രാജ്യങ്ങളുമായിട്ട് ഇറാൻ ഒരു ആണവായുധ നിർമ്മാർജ്ജന കരാറിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അതിനൊന്നും ഒരു ഫലവും ഉണ്ടാകുന്നില്ല. ആ ആണവ നിർമ്മാർജ്ജന കരാർ അനുസരിച്ച് 2030 വരെ ഫോർദോയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താനും പാടില്ല. അതായത് IAEയുമായിട്ടുണ്ടായ കരാർ അനുസരിച്ച് 20% ആണവ സമ്പുഷ്ടീകരണം അവിടെ നടത്തിയാൽ വാഗ്ദാന ലംഘനമായി മാറും, UN ഇടപെടാം. ഇപ്പോൾ ഇത്തരത്തിലുള്ള വാഗ്ദാന ലംഘനം അവിടെ നടത്തുന്നു. നദാൻസ് ആണ് ആണവ സംഭരണ കേന്ദ്രം, ആണവ ഗവേഷണ കേന്ദ്രമെന്ന് ലോകം തെറ്റിദ്ധരിച്ചുവെങ്കിൽ ഇറാൻ തന്ത്രപരമായിട്ട് അത് ഫോർദോയിലാണ് നിർമ്മിച്ചത്. ഏതാണ്ട് 1 കിലോമീറ്റർ വരെ താഴത്തേക്ക് കെട്ടിടങ്ങൾ ഉണ്ട് എന്നാണ് അനൗദ്യോഗികമായ വിവരം. എന്തായാലും ഈ ഇസ്രായേൽ ഇപ്പോൾ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടതിലൂടെ ഒരു കാര്യം വ്യക്തം, ഇവിടെയാണ് ആണവ ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന യുറേനിയം ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ മൊസാദ് ചോർത്തിയെടുത്ത് IDFന് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പോഴും ആക്രമണം നടത്താത്ത എന്താണെന്ന് വെച്ചാൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഒരു വലിയ സന്നാഹം ഈ ഫോർദോ മേഖലയെ വളഞ്ഞു നിൽക്കുകയാണ്. കൂടാതെ പണ്ട് റഷ്യ നൽകിയ S-300 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ഒപ്പം ഈ വിമാനവേദ തോക്കുകളും പീരങ്കികളും ഒക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രമാണ് ഈ ഫോർദോയ്ക്ക് ഇത്രയും സെക്യൂരിറ്റി നൽകുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നത്, അമേരിക്ക തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ US-ൻ്റെ നാഷണൽ ഇൻ്റലിജൻസ് മേധാവിയുടെ നിലപാടിൽ ഇനി മാറ്റമുണ്ടായേക്കാം. അതായത് നെതന്യാഹു ചോദിച്ചതുപോലെ ഉള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ, അതായത് GBU-28 പോലെയുള്ള ബോംബുകൾ അമേരിക്ക ഇസ്രായേലിന് നൽകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർദോയിലെ ഈ ആണവ ഗവേഷണ കേന്ദ്രവും തകർത്ത് തരിപ്പണമാക്കിയേക്കാം. എങ്കിൽ മാത്രമേ ലോകത്തിന് മുന്നിലുള്ള ആണവ ഭീഷണി ഒഴിവാക്കാൻ കഴിയൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ ഭരണകൂടവും ഒക്കെ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.